ഒരാൾക്ക് റീജനറേറ്റീവ് മെഡിസിൻ എടുക്കണമെന്നുണ്ട്. ഒരു ഇഞ്ചക്ഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ സിറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് വേദനയോ തരിപ്പോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളുണ്ടാവോ, റെസ്റ്റ് വേണോ, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ഒരു സാധാരണ എല്ലാ പേഷ്യൻസും ചോദിക്കുന്നതാണ്. ഏത് ടൈപ്പ് ഓഫ് റീജനറേറ്റീവ് മെഡിസിൻ ആണെങ്കിൽ ഇറ്റ്സ് എ ഡേ കെയർ പ്രൊസീജിയർ. നിങ്ങൾക്ക് മാക്സിമം 3 hours ചെയ്തു പോവാം. വെദർ ഇറ്റ് ക്യാൻ ബി എ ബ്ലഡ് ഡിറൈവ്ഡ് അല്ലെങ്കിൽ സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും 3 hours പോവാം. റെസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസ് നെക്സ്റ്റ് ഡേ അല്ല അന്ന് തൊട്ട് തന്നെ റെസ്യൂം ചെയ്യാം. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഷ്റൂമിൽ പോവാം, ഭക്ഷണം കഴിക്കാൻ നടക്കാം, TV കാണാം, പത്രം വായിക്കാം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ 2 ദിവസത്തേക്ക് പോകരുത്. നിങ്ങളൊരു മാരത്തോൺ റണ്ണർ ആണെങ്കിൽ 2 ദിവസത്തേക്ക് ഓടരുത്. നിങ്ങളുടെ ജോലി ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന ആളാണെങ്കിൽ ചെയ്യരുതെന്ന്. ഒരു ബാങ്ക് മാനേജറാണ് അല്ലെങ്കിൽ ഡെസ്ക് ജോബ് ഉള്ള ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ വേണമെങ്കിൽ ഓഫീസിലും പോവാം. നമ്മൾക്ക് പേഷ്യൻസ് ഉണ്ട്, രാവിലെ ഫ്ലൈറ്റിന് വരും. ഇത് ശരിക്കും ഉള്ള കാര്യമാണ്. മോർണിംഗ് ഫ്ലൈറ്റിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഈവനിങ് ഫ്ലൈറ്റിൽ തിരിച്ചു പോകുന്ന പേഷ്യൻസും. അപ്പോൾ ബൈസ്റ്റാൻഡർ പോലും ഇല്ലാതെ വന്ന് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. റെഗുലർ ആയിട്ട് ചെയ്യുന്ന സ്പോർട്സ് ഇഞ്ചുറീസിന് ചെയ്യുന്നവരുണ്ട്. നമുക്ക് റേസേഴ്സ് ഉണ്ട്, ബൈക്ക് റേസേഴ്സ് അല്ലെങ്കിൽ അത്ലറ്റ്സ്, അവരെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ റെസ്റ്റിന്റെ കാര്യം ഇത്ര മാത്രം ആലോചിക്കുക. നമ്മൾ കണ്ടമാനം സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ചെയ്യരുതെന്നേ ഉള്ളൂ. അതല്ലാതെ ഇതിന് ബെഡ് റെസ്റ്റിന്റെ ആവശ്യമില്ല. ദെൻ ഇതൊരു ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഒരു സ്പൈനൽ അനസ്തേഷ്യയോ ജനറൽ അനസ്തേഷ്യോ പോലും വേണ്ട. ഇത് തരിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഭയങ്കര വേദന കുറവാണ്. പിന്നെ ഓഫ് കോഴ്സ് ചില പേഷ്യൻസിന് പെയിൻ വരും. അത് എല്ലാ പേഷ്യൻസും അല്ല, വളരെ കുറച്ച് പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടർ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ട്. ദെൻ യു ഷുഡ് ബി ഹാപ്പി. അത് തന്നെ സന്തോഷം വരണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് അറിയുന്നതാണ്. ഈ റീജനറേഷൻ നടക്കുക എന്ന് പറയുന്നതല്ല, അതിന്റെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സാണ്. നമ്മൾ കുത്തിവെക്കുന്ന സെൽസ് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. അതെല്ലാം നമ്മൾക്ക് പെയിൻ ആയിട്ടാണ് വരുന്നത്. അതൊരു ഇൻഡിക്കേഷനാണ് ദാറ്റ് ഈസ് എഫക്റ്റീവ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ വേദന, അമിതമായിട്ടുള്ള നീര്, ചൂട്, തടിപ്പ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ ഒന്ന് കാണണം. ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഐസിങ് ആൻഡ് മെഡിക്കേഷൻ കൊടുക്കാറുണ്ട്. അതല്ലാതെ ഒരു മൈൽഡ് ടു മോഡറേറ്റ് പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ് ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ ഭയങ്കര സർജറിയുടെ പോലത്തെ ഉള്ള റെസ്റ്റോ പെയിനോ റിക്കവറി ടൈമൊന്നുമില്ല. ഇതൊരു വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊസീജിയർ.